കൈക്കൂലി കേസിൽ മോട്ടോർ വകുപ്പിലെ കൂടുതൽ ഉദ്യോഗസ്ഥർ പ്രതികളാകും. പിടിയിലായ മുൻ RTO TM ജേഴ്സന് പുറമെ 8ഓളം ഉദ്യോഗസ്ഥർ ഗൂഗിൾ പേ വഴി കൈക്കൂലി വാങ്ങിയതായി വിജിലൻസ് കണ്ടെത്തി. കേസിൽ പിടിയിലായ കൺസൾട്ടന്റ് സജേഷിന്റെ ഓഫീസിലും വീട്ടിലും നടത്തിയ പരിശോധനയിലാണ് നിർണായക വിവരങ്ങൾ ലഭിച്ചത്. സഹിൻ ആന്റണിയുണ്ട് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. സഹിൻ, എത്തരത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുന്നത്? എന്തൊക്കെയാണ് പുതിയ കണ്ടെത്തലുകൾ? ഇനിയും കൂടുതൽ ഉദ്യോഗസ്ഥർ പ്രതികളാകുമെന്നാണോ കരുതേണ്ടത്? അതിന് ഈ ഘട്ടത്തിൽ അങ്ങനെ തന്നെ കരുതേണ്ടി വരും. കാരണം ഇന്നലെ ഇതിൽ ഈ കേസിൽ പിടിയിലായിട്ടുള്ള സജീഷിന്റെ വീട്ടിലും ഓഫീസിലും വിജിലൻസ് പരിശോധന നടത്തിയിരുന്നു. ഈ പരിശോധനയിലാണ് ഗൂഗിൾ പേ വഴി ഈ ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങിയതായി കണ്ടെത്തിയത്. അത്തരത്തിലുള്ള മൊഴിയും സജേഷിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഗൂഗിൾ പേ വഴി ഇതൊരു ആത്മവിശ്വാസം കൂടിക്കഴിയുമ്പോൾ ഉദ്യോഗസ്ഥർക്കുണ്ടാകുന്ന കൈക്കൂലി ഏത് രീതിയിൽ വാങ്ങിയാലും പ്രശ്നമില്ല എന്നുള്ളൊരു തോന്നലുണ്ടാകും. അതിന്റെ ഭാഗമായി സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യമായിട്ടാണ് വിജിലൻസ് വിലയിരുത്തുന്നത്. കാരണം ഏത് രീതിയിലും കൈക്കൂലി വാങ്ങുക അത് ആരും ചോദ്യം ചെയ്യാനില്ലായിരുന്നു എന്നുള്ളൊരു നിലയിലേക്ക് എറണാകുളം RTO ഓഫീസ് പോയിരുന്നു. RTO ജേഴ്സൺ പിടിയിലായതിനു ശേഷമാണ് ഇത് സംബന്ധിച്ച വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് വിജിലൻസ് കടന്നത്. അങ്ങനെ കടക്കുമ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് വിജിലൻസിന് ലഭിക്കുന്നത്. കൂടുതൽ ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികളാകാനുള്ള സാധ്യതയാണുള്ളത്. നിലവിൽ 8 ഉദ്യോഗസ്ഥർ വിജിലൻസിന്റെ നിരീക്ഷണത്തിലാണ്. ആ 8 ഉദ്യോഗസ്ഥരും കൈക്കൂലി വാങ്ങിയിട്ടുണ്ട് എന്നുള്ള ഒരു വിലയിരുത്തലിൽ തന്നെയാണ് വിജിലൻസ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇവരുടെ എല്ലാം അക്കൗണ്ടിലേക്ക് ഈ പറയുന്ന ഇപ്പോൾ രാമപ്പടിയാറിന്റെയും ഒപ്പം തന്നെ സജേഷിന്റെയും അക്കൗണ്ടുകളിൽ നിന്ന് പണം പോയിട്ടുണ്ട്. ആ പണം വിജിലൻസ് ഈ RTO ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലിയായി നൽകി എന്നുള്ളതാണ് വിജിലൻസിന് ലഭിച്ചിരിക്കുന്ന മൊഴി. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വിജിലൻസ് അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നതും. മാത്രമല്ല ഈ കൈക്കൂലി വാങ്ങിയതിൽ ഇവിടെ നിന്ന് സ്ഥലം മാറിപ്പോയ ഉദ്യോഗസ്ഥരും ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് വിജിലൻസ് മനസ്സിലാക്കുന്നത്. ആ രീതിയിൽ തന്നെ അവരെ ചോദ്യം ചെയ്യാൻ വിജിലൻസ് തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും RTO ജേഴ്സന്റെ അനധികൃത സ്വത്ത് സമ്പാദനത്തെക്കുറിച്ചും ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അദ്ദേഹം കൈക്കൂലി വാങ്ങി വലിയ രീതിയിൽ സ്വത്ത് സമ്പാദനം നടത്തിയിരുന്നതായി വിജിലൻസ് കണ്ടെത്തിയിരുന്നു. മാത്രമല്ല അദ്ദേഹം പല രീതിയിലുള്ള ബിസിനസ്സുകൾ ഈ ജോലിക്ക് പുറമെ നടത്തിയിരുന്നതായി വിജിലൻസിന്റെ കണ്ടെത്തലുണ്ട്. അതിനുശേഷമാണ് ഇപ്പോൾ മറ്റു ഉദ്യോഗസ്ഥരിലേക്ക് കൂടി അന്വേഷണം നീണ്ടുപോകുന്നത്. ശരി, സഹിൻ ആന്റണിയാണ് വിശദാംശങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്.